SNDP യോഗത്തിന്റെ നിലപാട് എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത് എന്താണ്? മനീഷ് മഹിബാൽ ചേരുന്നുണ്ട്. മനീഷ്, ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഇന്ന് വന്ന പ്രതികരണം കൗതുകകരമാണ്. ഇതുവരെ പറഞ്ഞതൊന്നുമല്ല ഇന്ന് നമ്മൾ കേട്ടത്. മാറി മാറി ഈ മൂന്ന് നേതാക്കളെയും അങ്ങ് പുകഴ്ത്തുകയാണ് വെള്ളാപ്പള്ളി. അതിൽ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഒപ്പം നിൽക്കുന്നത് KC വേണുഗോപാലിന് ഒപ്പമാണെന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വെള്ളാപ്പള്ളി ആയതുകൊണ്ട് തന്നെ ഇതിലൊന്നും പറയാനും പറ്റില്ലല്ലോ അല്ലെ? എന്താണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെച്ചത്? റോഷി, 2025 ജൂലൈ മാസത്തിലാണ് അദ്ദേഹം VD സതീശന്റെ മണ്ഡലത്തിലെത്തി ആദ്യം പറഞ്ഞത് 100 സീറ്റ് UDF ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നായിരുന്നു. ഒപ്പം തന്നെ VD സതീശന് വനവാസത്തിന് പോകുമോ എന്ന ചോദ്യവും എന്ന വെല്ലുവിളിയും വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ UDF 100 സീറ്റ് കടന്നെത്തിയിരിക്കുന്നു. ഇതിന് മറുപടിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചത്. അപ്പോഴിതാ അങ്ങനെ പലതും ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള പല പ്രതികരണങ്ങളും ഞാൻ പറഞ്ഞു കാണും. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഒഴികെയുള്ള എല്ലാ പ്രധാനപ്പെട്ട UDF നേതാക്കളെയും മുസ്ലിം ലീഗിലെ അടക്കമുള്ള VD സതീശനെ KC വേണുഗോപാലിനെ അടക്കം നിശിതമായി വിമർശിച്ചിട്ടുള്ള നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. VD സതീശന് വലിയ അഹങ്കാരമാണെന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പക്ഷേ അതികായകനാണ്. അതായത് എല്ലാ നേതാക്കളെയും പ്രശംസിക്കുന്നുണ്ടെങ്കിലും ഒരു പടി കൂടുതൽ പ്രശംസിക്കുന്നത് KC വേണുഗോപാലിനെയാണ്. KC വേണുഗോപാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായകനാണ്. കേരളത്തിലടക്കം ഫണ്ട് റൈസ് ചെയ്തതും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതും ഈ വിജയത്തിന്റെ യഥാർത്ഥ ശില്പി അത് KC വേണുഗോപാലാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലെ കരിമ്പിൻ തോട്ടങ്ങൾ വിട്ട് കേരളത്തിലെ കറുകപ്പുല്ല് തിന്നാൻ എത്തുമോ? അതായത് മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാലിനെ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയില്ല. എന്നാൽ രമേശ് ചെന്നിത്തല വളരെ അനുഭവ സമ്പത്തുള്ള സീനിയർ നേതാവാണ്. പ്രവർത്തന പരിചയമുള്ള നല്ല രീതിയിൽ പ്രവർത്തിച്ച പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ പോലും നല്ല രാഷ്ട്രീയമുള്ള നല്ല നേതാവാണെന്നുള്ള പ്രശംസയാണ് ഞെട്ടിക്കുന്നത്. മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ടാണ് ഇപ്പോഴിതാ വെള്ളാപ്പള്ളി നടേശൻ ഈ നിലയിൽ UDF നേതാക്കളെ പ്രശംസിക്കുക. ഒപ്പം തന്നെ താൻ LDFന്റെ വലിയ പരാജയത്തിന്റെ പിന്നിൽ അതിന്റെ കാരണക്കാരൻ താനാണെന്ന് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് പിണറായി വിരുദ്ധരും ഒപ്പം തന്നെ SNDP സമുദായത്തോട് അത് നശിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. യഥാർത്ഥത്തിൽ LDFന്റെ നാശത്തിന്റെ കാരണം അല്ലെങ്കിൽ പരാജയത്തിന്റെ കാരണം പിണറായി വിരുദ്ധതയാണ്. പിണറായി വിരുദ്ധരാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. തന്റെ പേരിൽ കെട്ടിവെക്കാൻ ഈ പരാജയത്തിന്റെ എല്ലാം കാരണക്കാരൻ താനാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ഗൂഢമായ ശ്രമം നടക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് UDFനെ പ്രശംസിക്കുന്നു. അതിൽ തന്നെ KC വേണുഗോപാൽ ഒരുപടി കൂടുതൽ പ്രശംസിക്കുന്നു. പക്ഷേ KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തുകയില്ല എന്ന സൂചന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. മറ്റൊന്ന്, ഇതിന്റെ കാരണക്കാരൻ താനല്ല എന്ന രീതിയിൽ അദ്ദേഹം ഇപ്പോഴിതാ മാറുന്നു. നേരത്തെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പടിവാതിൽക്കൽ എത്തി പോളിംഗ് അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന ദിവസത്തിന് തൊട്ട് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നത് കേരളത്തിൽ ഒരിക്കലും UDF വരികയില്ല, UDF വന്നാൽ അടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ മുഖ്യമന്ത്രിയാകാനുള്ള വലിയ ഫ്ലക്സ് യുദ്ധങ്ങൾ അടക്കം നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് പോലും അദ്ദേഹം ഒരു മറുപടിയോ വിമർശനമോ പറഞ്ഞില്ല. സാധാരണ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഫ്ലക്സ് യുദ്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിമർശനം നടത്തുന്ന നേതാവാണ്. പക്ഷേ അങ്ങനെ ഒന്നും പ്രതികരിക്കാതെ വളരെ ബുദ്ധിപൂർവ്വം മുൻ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോഴിതാ പുതിയ നിലപാട് അറിയിക്കുന്നത്. റോഷ്നി, മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സാമുദായിക സംഘടനകൾ അവരുടെ ഒരു നിലപാടിലെത്തുമ്പോൾ അത് കോൺഗ്രസ് വിലക്കെടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമെന്നതിൽ ഇതൊക്കെ ഘടകങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്.